ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഞങ്ങൾ കണ്ണാടിക്കൽ കൂറ്റഞ്ചേരി ശിവക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ പോയപ്പോഴത്തെ ഒരു കൊച്ചു വീഡിയോ ആണ്. ഞങ്ങൾ അവിടുത്തെ സമയത്ത് ഭയങ്കര തിരക്കാനും കേട്ടോ, വരവിൻ്റെ ഒരു സമയമായിരുന്നേ. അപ്പം ആൾക്കാരും തിരക്കും ആ ഒരു തിരക്കിലേക്ക് കേട്ടോ ഞങ്ങൾ പെട്ടുപോയത്. ഞങ്ങൾക്ക് പുറത്തേക്ക് പോരാനും വയ്യ, അമ്പലത്തിലേക്ക് പോകാനും വയ്യാത്തൊരു അവസ്ഥയിലായി പോയിട്ടോ. എന്നാലും വേണ്ടില്ല ഞങ്ങൾ പിന്നെ പാച്ചൂസിനും ആദിക്കൊക്കെ ആനേനെയും ഒക്കെ കാണിച്ചു കൊടുത്ത് സൈഡിൽ കൂടെയാണെങ്കിൽ നിറച്ച് ഓരോ സാധനങ്ങളാട്ടോ, മക്കളെ കണ്ടഞ്ചിപ്പിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പാച്ചൂസ് ആണെങ്കിൽ ഐസ്ക്രീമും പിന്നെ കടലയും അതും ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര കച്ചറയും. പിന്നെ ഞങ്ങൾ പുറപ്പെട്ടതല്ലേ, അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. ആദ്യമായിട്ട് നല്ല ഇത്രയും തിരക്കുള്ളൊരു ഉത്സവപ്പറമ്പിൽ ഞാനിത് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ അവിടെയൊക്കെ കണ്ട് അമ്പലത്തിലെത്തുന്ന വഴി ഭയങ്കര രസമായിട്ടുള്ള പല സാധനങ്ങളുണ്ട്. നമ്മൾ വെറുതെ പോയാൽ മാത്രം പോരാ, കയ്യിൽ പൈസയും വേണം. മക്കൾ ഓരോന്നും കണ്ടിട്ട് ഭയങ്കര കച്ചറയാണ്. പിന്നെ തിജീഷേട്ടനും ഞാൻ ഒരു വിധത്തിലാണ് പാച്ചൂസിനെ പറഞ്ഞു നിർത്തുന്നത്. ആൾക്കാർ കേൾക്കപ്പോൾ അതൊക്കെയോ പറയുന്നത്, അത് വേണം ഇത് വേണം, അത് വാങ്ങിത്താ ഇത് വാങ്ങിത്താ. എന്തായാലും വേണ്ടില്ല, ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടോ. ഞങ്ങൾ എത്തിയ സമയത്ത് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. വരവ് അമ്പലത്തിലെത്തിയ ആ ഒരു ആഘോഷമായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ആ വരവിൻ്റെ ടൈം അങ്ങോട്ട് കഴിഞ്ഞ സമയത്ത് പിന്നെ വലിയ തിരക്കില്ല, നമുക്ക് നടന്നു പോകാൻ പറ്റിയൊരു തിരക്കേ ഉള്ളൂ. അതുവരെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്ത തിരക്കായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന്, പിന്നെ അവിടെ ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാനൊന്നും ഇവരെയും കൊണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് സമയങ്ങൾ അവിടെ നിന്ന്, അവിടെ സ്റ്റേജിൽ പരിപാടിയും കാര്യങ്ങളൊന്നും ആ സമയത്തില്ലായിരുന്നേ. ഞങ്ങൾ ആ തിരക്കിൻ്റെ ഇടയിൽ പെട്ടുങ്ങാട്ട് ഇത്തിരി ശ്വാസം വിടട്ടെ വിചാരിച്ചങ്ങാട്ട് അവിടെ നിന്ന സമയത്ത് പാച്ചൂസ് ചായ വേണമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടുത്തെ വെടിക്കെട്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ദിജീഷേട്ടൻ പറയാം, നമ്മൾ ഇവിടെ വന്നിട്ട് ഇത് കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ മക്കൾക്കും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, ചായ കുടിക്കുന്നതിന് എണീച്ച് പോകാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ മെല്ലെ തിരിച്ചു പോരുന്ന സമയത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. പല സാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് പറയട്ടെ, പൈസ ഉണ്ടെങ്കിൽ മക്കളെ കൊണ്ട് ഇങ്ങനത്തെ അടുത്തേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ. അന്ന് നല്ല തിരക്കിന്. പിന്നെ കമ്മലുകൾ, മാലകൾ, സിന്ദൂരം, പല സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇവരെയും കൊണ്ട് പോകാനെ കൊണ്ട് ഒരു കയ്യൊഴിവില്ലാത്തതിനെ കൊണ്ട് ഒന്നും നോക്കാനോ എടുത്ത് നോക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ. പല സാധനങ്ങൾ, ചട്ടി, പിന്നെ മീനിൻ്റെ ഒരു മീനിൻ്റെ ഒരു ഇത് കണ്ടു കേട്ടോ. ഇത് നല്ല രസമുണ്ട്. എനിക്കത് വാങ്ങിയിട്ട് അതിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അപ്പോൾ അതിനെക്കൊണ്ട് ചേട്ടൻ പറഞ്ഞു, വെറുതെ വാങ്ങിയിട്ടെങ്കിൽ കൊണ്ടെടുക്കെങ്കിലേ വാങ്ങാം. അങ്ങനെ ഞങ്ങളൊന്നും വാങ്ങിയില്ല. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോയിട്ട് ഒരു സംഭവം വാങ്ങണമെന്നുണ്ട് അതിന്. പക്ഷേ ഈ തിരക്കിനിടയിൽ കൂടെ ഇവരെയും കൊണ്ട് പോകാനെക്കൊണ്ട് ഒന്നിനും പറ്റില്ല. പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അടുത്ത പ്രാവശ്യം നമുക്ക് വരണം എന്തായാലും. ഇപ്രാവശ്യം ഞങ്ങൾ ഫുള്ള് ആസ്വദിച്ചിട്ടോ. ഫുള്ള് കാഴ്ചകളൊക്കെ കണ്ട് രണ്ട് റോഡിൻ്റെ ഒരു സൈഡിൽ കൂടെ പോയി മറ്റേ സൈഡിൽ കൂടെ തിരിച്ചു പോരുക കേട്ടോ. അപ്പോൾ പാച്ചൂസ് എപ്പോഴോ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ കച്ചറ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഓനൊരു ഐസ്ക്രീം ഉണ്ട്. അപ്പോൾ ആദ്യമാണെങ്കിൽ നടന്നവൻ കുഴങ്ങി. അപ്പോൾ ഓന് ഐസ്ക്രീമും വേണ്ട, ഒന്നും വേണ്ട, അവന് നേരെ വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു വിധം അമ്പലത്തിൽ നിന്നൊക്കെ പുറത്തിറങ്ങി ഞങ്ങൾ കണ്ണാടിക്കൽ ജംഗ്ഷനിലെത്തിയിട്ടോ. അപ്പം പാച്ചൂസ് കുറേ സമയം ഐസ്ക്രീം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവനൊരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് അഞ്ചിട്ട് പോയപ്പോൾ ഐസ്ക്രീമിന് ഒടുക്കത്തെ വില. നോർമൽ ഫ്ലേവറിനൊക്കെ 50 രൂപ ഒക്കെ കേട്ടോ. അപ്പോൾ 2 വാങ്ങാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ ദിജീഷേട്ടന് പിന്നെ പറഞ്ഞ് ദിജീഷേട്ടൻ വേണ്ടാന്ന് പറഞ്ഞു, തൽക്കാലത്തേക്ക് ഒന്നിലൊതുക്കി. അങ്ങനെ ഓൻ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വണ്ടിമ്മ കയറിയാൽ പിന്നെ മേലൊക്കെ ആക്കും, എല്ലാവരും അതിന് മേലും ആക്കും, എൻ്റെ മേലൊക്കെ ആക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഓനത് കഴിച്ച് കഴിയട്ടെ വിചാരിച്ച് കുറേ സമയം അവിടെ നിന്നിട്ടോ. കണ്ണാടിക്കൽ ജംഗ്ഷനിലാട്ടോ അവിടുത്തെ ഈ കുട്ടികൾക്കുള്ള റൈഡും പിന്നെ യന്ത്രഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, മരണക്കിണർ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ റോഡിൻ്റെ മുകളിലേക്ക്, ഇങ്ങോട്ട് റോഡ് സൈഡിലേക്ക് ആട്ടോ. വെച്ചാൽ അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്കൊന്നും അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് റോഡ് സൈഡിലായിട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങൾ അങ്ങനത്തേലൊന്നും കയറാനൊന്നും പോയില്ല. അപ്പം ഞങ്ങൾ പോകുന്ന വഴി വണ്ടിമേൽ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ നോക്കി അങ്ങനെ പോവാട്ടോ. അപ്പോൾ മരണക്കിണർ കണ്ടപ്പോൾ ആദ്യം എന്നോട് ഇങ്ങനെ ചെയ്യുക, അതെന്താ ഒരു രണ്ടാളും അങ്ങനത്തതൊന്നും സംഭവമൊന്നും ഇതുവരെ കണ്ടില്ല. അങ്ങനെ പോയിക്കുന്നെങ്കിലും ഇങ്ങനത്തെ ഇതിലൊന്നും കയറലൊന്നുമില്ല. അന്ന് കൊടുവള്ളി ഫസ്റ്റ് കാണാൻ പോയപ്പോഴും എല്ലാം കണ്ട് നല്ലാണ്ട് കാണാൻ ഇഷ്ടമാണ്. പക്ഷേ ഒരു കയ്യിലൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ്. പാച്ചൂസ് പിന്നെയും കയറും, ആദ്യക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്ക്, റോഡുമ്മ കൂടെ വണ്ടിക്ക് പോകാൻ പറ്റാത്ത അത്ര തിരക്കാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ബ്ലോക്കിൽ കുടുങ്ങി. എന്നാലും പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിന്ന് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോയിട്ടോ. പിന്നെ ആദ്യം വണ്ടിമ്മ തന്നെ കിടന്ന് ഉറങ്ങി.
പിന്നെ ഒരു വിധത്തിൽ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ കേട്ടോ. ഞാൻ സത്യമായിട്ട് ഇത്ര തിരക്ക് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. നമ്മൾ സാധാ അമ്പലത്തിലൊക്കെ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തിരക്കൊന്നും ഉണ്ടാവില്ല. ഇത് 5-6 ദിവസം അങ്ങനായി തോന്നുന്നു കേട്ടോ അത് തുടങ്ങിയിട്ട്. ഞങ്ങൾ 30-ാം തീയതിയാണ് പോയത്. 31-ാം തീയതി കൂടി ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ 31-ാം തീയതി ഭയങ്കര തിരക്കായിരിക്കില്ല, പോകാൻ ഭയങ്കര പാടായിരിക്കും വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പോയി പോകുന്നതാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഞങ്ങളെന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി തന്നെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.